ഈ സ്കൂളിൻ്റെ 50-ാം വാർഷിക ആഘോഷങ്ങൾ വളരെ പ്രൗഢഗംഭീരമായിട്ട് തന്നെയാണ് നടന്നത്. 75 വർഷത്തിന് മുമ്പ് ആരംഭിച്ച ഈ സ്കൂള് അന്നത്തെ കാലത്ത് ശൂരനാട് ഒരു പഞ്ചായത്ത് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ശൂരനാട് സൗത്ത് കൂടി ഉൾപ്പെടുന്ന ഭാഗങ്ങളും ഓരോഴിയും പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുള്ള താമരക്കുളം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളവരുമെല്ലാം പഠിച്ചിരുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒട്ടേറെ ആളുകൾ ലോകത്തും ഇന്ത്യയിലും സംസ്ഥാനത്തും ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നവരായി നിലവിലുണ്ട്. രാഷ്ട്രീയ സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുന്നവരും ഈ സ്കൂളിൽ പഠിച്ചവർ നിരവധിയായിട്ടുണ്ട്. കൂടുതൽ പരത്തി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റുള്ളവർ നമ്മളുടെ പ്രിൻസിപ്പാളും ഹെഡ് മിസ്ട്രസും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കും. 75-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ സംഘാടക സമിതി രൂപീകരിച്ചിരുന്നു. സംഘാടക സമിതി രൂപീകരണ യോഗം വിളിച്ചിരുന്നു. അതിൽ വെച്ചിട്ടാണ് സംഘാടക സമിതികൾ രൂപീകരിക്കുകയും വിവിധ സബ് കമ്മിറ്റികൾക്കും അന്ന് രൂപം കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആഘോഷ പരിപാടികൾ തുടങ്ങുന്നതിന് ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. കുട്ടികളുടെ പരീക്ഷയും മറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ തയ്യാറെടുപ്പുകൾക്ക് ആവശ്യമായ സമയം കുറവാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതിന് തുടക്കം കുറിക്കണമെന്ന് അന്നത്തെ യോഗമാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ ബഹുമാന്യായ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ ആഘോഷ പരിപാടികൾക്ക് 14-ാം തീയതി തുടക്കം കുറിക്കുന്നു. അതൊരു തുടക്കം മാത്രമാണ്. തുടർന്ന് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ സ്കൂളിൻ്റെ അധ്യാപന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഇന്ന് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളൊന്നും പറയേണ്ടതില്ല. അതിശയിപ്പിക്കുന്ന മാറ്റങ്ങളാണ് പൊതുവിലുണ്ടായിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളും വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക്, കേരളത്തിലെ കുട്ടികൾക്ക് ലോകത്തുള്ള ആ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തക്ക നിലയിൽ അവരെ പ്രാപ്തരാക്കുക എന്നുള്ള ദൗത്യം ഗവൺമെന്റ് ചെയ്യുമ്പോൾ ഈ പ്രദേശത്തെ ഒരുപാട് പേർക്ക് ജീവിത സാഹചര്യങ്ങളും അവർക്ക് വിജ്ഞാന സമ്പാദനത്തിനുള്ള സാധ്യതയും ഒരുക്കിക്കൊടുത്ത ഈ സ്കൂളിൽ ഇന്നുള്ള എല്ലാ സാധ്യതകളും ഇവിടുത്തെ കുട്ടികൾക്ക് ലഭ്യമാകാൻ കഴിയത്തക്ക നിലയിലുള്ള ചില അടയാളപ്പെടുത്തലുകൾ കൂടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇതിൻ്റെ ആഘോഷ കമ്മിറ്റിയുടെ മനസ്സിൽ ചിന്തകൾ വന്നിട്ടുള്ളത്. അതിൽ നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവൻ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായും തേടിക്കൊണ്ട് അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകരുടെയും എന്തിന് വിദ്യാർത്ഥികളുടെ പോലും അഭിപ്രായവും മനസ്സും തേടിക്കൊണ്ട് നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭാവി പ്രവർത്തന പദ്ധതിക്കായിരിക്കും ഈ ആഘോഷ കമ്മിറ്റി രൂപം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുള്ളത് തന്നെ അതുതന്നെയാണ്. അതെന്തൊക്കെയാണ് എന്നൊന്നും ഇവിടെ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ സ്കൂളിന് മാത്രമല്ല, ഞങ്ങളുടെ മനസ്സിൽ ഇന്നുണ്ടായിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ സാക്ഷരത പോലെയുള്ള അതിൻ്റെ ഗുണം ഈ ശൂരനാട് നോർത്ത് പഞ്ചായത്തിനും സൗത്ത് പഞ്ചായത്തിനും സ്കൂളിൻ്റെ ക്യാച്ച്മെന്റ് ഏരിയയിലുള്ള സാധാരണ മനുഷ്യർക്കും ആ കുടുംബങ്ങൾക്കും അത്തരം അതിൻ്റെ ഗുണം ലഭിക്കാൻ കഴിയത്തക്ക നിലയിൽ ഇവിടെ അതിന് പ്രാപ്തരായ കുട്ടികളെയും അധ്യാപകരെയും അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊതു ബോധവൽക്കരണ പരിപാടി അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ
സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് നേട്ടമുണ്ടാക്കാൻ കഴിയത്തക്ക നിലയിൽ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു പൊതുവിദ്യാഭ്യാസ പരിപാടിക്ക് കൂടി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കൾ അതിൻ്റെ പിന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം ഇവിടുത്തെ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരമൊരു പരിപാടികൾ കൂടി നടത്തുന്നതിനാണ് ഞങ്ങളുടെ ആലോചനയിലുള്ളത്. ഇതൊന്നും തീരുമാനമായി മാറിയിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വിശിഷ്യ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും എല്ലാം അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഇതിൻ്റെ ആഘോഷ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. 14-ാം തീയതിത്തെ പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ അത് നല്ല ആകർഷകമായി നടത്തുന്നതിന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സമയക്കുറവും അതിൻ്റെ തുടക്കത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നതിന്, കുറ്റമറ്റ തരത്തിൽ എല്ലാ അറിയിപ്പുകളും നൽകുന്നതിന് ഒക്കെ ചില പോരായ്മകൾ സ്വാഭാവികമായും വന്നിട്ടുണ്ട്. ആ കുറവുകളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പെട്ടെന്ന് തുടങ്ങണം. ഈ അധ്യയന വർഷം തന്നെ നമുക്കിതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായത്. വന്നു പോയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വാഭാവികമായും ഞാൻ പഠിച്ച സ്കൂള് എൻ്റെ സ്കൂള് എന്ന ആ ഒരു വികാരമുള്ള ഓരോ ആളിനും ഏതെങ്കിലും അറിയിപ്പിൻ്റെയോ ഒക്കെ കാര്യത്തിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായും ബുദ്ധിമുട്ടുകൾ തോന്നും. അത് എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ പണ്ട് ഞാൻ പഠിച്ച സ്കൂളാണ്. പിന്നെ ആ പഠിച്ച സ്കൂളിൽ ഒട്ടേറെ സുഹൃത്തുക്കളും എല്ലാം എനിക്ക് ഈ സ്കൂളിലും അല്ലെങ്കിൽ ഇവിടവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജീവിതത്തിൽ അമൂല്യമായ സൗഹൃദം എന്ന നിലയിൽ നിൽക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ അന്നേരം അല്ലെങ്കിൽ എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് വരുമ്പോൾ തോന്നുന്നുണ്ട്. അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. അത്തരം കുറവുകളൊന്നും വരാതെ വരുന്ന ആളുകളിൽ കാര്യങ്ങൾ തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ബാക്കി കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി സൂചിപ്പിക്കും. ശൂരനാട് എന്ന അവികസിതമായ ഒരു ഗ്രാമത്തിൽ 1949 ഉൽപ്പതിഷ്ണുക്കളായ ഒരു വിഭാഗം പൗരപ്രമാണികാർ കൂടിച്ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തിനാകമാനം വിജ്ഞാനം വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1949 സ്ഥാപിതമായ ഒരു സരസ്വതി ക്ഷേത്രമാണ് ഇന്ന് 75 വർഷങ്ങൾ പിന്നിട്ട് ഈ പ്രദേശത്തിൻ്റെ ആകമാനം വികാസ പരിണാമങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് വലിയ വടവൃക്ഷമായി വളർന്ന് ഇവിടെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുന്ന വലിയ വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായിട്ടുള്ളവരെ സംഭാവന ചെയ്ത ഒരു മഹാവിദ്യാലയമായി ഇന്ന് പരിലസിക്കുന്നു. തീർച്ചയായും അതിൻ്റെ 75ാമത് വാർഷികാഘോഷ പരിപാടികൾ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിണക്കിക്കൊണ്ട് നാടിൻ്റെ ഒരു മഹോത്സവമാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരെയും പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഒരു ആഘോഷ കമ്മിറ്റി ഇവിടെ എടുക്കുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ പരിമിതമായ സമയത്തിനുള്ളിലാണെങ്കിൽ പോലും പരാധീനതകളൊക്കെ പലതുമുണ്ടെങ്കിലും പരമാവധി ഗംഭീരമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ തുടർ പരിപാടികളുടെ ഏകദേശ രൂപം ഇവിടെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ശിവശങ്കര പിള്ളച്ചേട്ടൻ സൂചിപ്പിക്കുകയുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതൊരു നാടിൻ്റെ ഉത്സവമാണ്. നാട്ടിലെ എല്ലാവരുടെയും ആശയങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസൃതമായി ഉള്ള ഒരാഘോഷമെന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗഭാക്കായി നിന്നുകൊണ്ട് ഈ പ്രദേശത്ത് എന്നും ചരിത്രത്തിൽ സ്മരിക്കപ്പെടുന്ന ഒരു സംഭവമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി
സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്യും. പ്രിയമുള്ള നമ്മുടെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ശിവശങ്കര പച്ചേട്ടൻ അടക്കമുള്ള പ്രിയമുള്ളത്, ഏകദേശം 1949 പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് 75 വർഷം പിന്നിടുന്ന നമ്മുടെ ഈ സരസ്വതി ക്ഷേത്രം നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമായി തന്നെ നമ്മൾ മാറ്റുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ആഘോഷ കമ്മിറ്റികൾ കൂടുകയും ആഘോഷ കമ്മിറ്റിയിൽ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടനവധി ഭിന്ന സ്വരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഈ സ്കൂളിലെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളടക്കം എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഒരു ആഘോഷമാക്കി ശൂരനാടിന്റെ ഒരു ഉത്സവമാക്കി മാറ്റുവാനാണ് ആഘോഷ കമ്മിറ്റി പൂർണ്ണമായി തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആഘോഷ കമ്മിറ്റി കൂടുകയും അന്ന് മുതൽ നാളിതുവരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ഈ വരുന്ന 14-ാം തീയതി അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഒരു മാമാങ്കം കുറിച്ചുകൊണ്ട് ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാവരെയും ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറെ ബഹുമാന്യരെ, ശൂരനാട് ഗ്രാമം നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്ഥലത്തെ ധാരാളം ആളുകൾ, നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും നാനാതുറകളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ വളർത്തി വലുതാക്കിയ ഒരു മഹാപ്രസ്ഥാനമാണ് നമ്മുടെ ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിന്റെ 75ാമത് വാർഷികം സ്കൂൾ നിൽക്കുന്നതും അതിന് തുടർന്നുള്ള സമീപ പ്രദേശത്തുള്ള എല്ലാ വാർഡുകളിലെയും എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടുകൂടി ചേർന്നാണ് ഈ സ്കൂളിന്റെ വാർഷിക പരിപാടികൾ കൊണ്ടുപോകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ട്. അതുപോലെ തന്നെ ആ പരിപാടികളെല്ലാം തന്നെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാവിധമായ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടതുള്ള കാര്യങ്ങളായിരിക്കും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക. ആ കുട്ടികളുടെ നന്മയും അതുപോലെ തന്നെ ഉയർച്ചയും വേണ്ട ഒരുപാട് ഒട്ടനവധി പുതിയ കാര്യങ്ങളാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം കുട്ടികൾക്ക് കൊടുക്കുകയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നമ്മൾ 14-ാം തീയതി നടത്തും. ആയതിലേക്ക് എല്ലാവരെയും നാട്ടിലെ ക്ഷണിക്കാൻ വിട്ടുപോയതുമായിട്ടുള്ള ഒട്ടനവധി പേർ ഉണ്ടാകും. പരീക്ഷയുടെ തിരക്കുകൾ കാരണം നമുക്ക് യഥാവിധി കൊടുക്കാൻ കഴിയാത്തവരെ എല്ലാവരെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ. ബഹുമാന്യരെ, ഫെബ്രുവരി 14-ാം തീയതി ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 75ാം വാർഷികം വളരെ വിപുലമായി നടത്തുവാനാണ് നാം ഓരോരുത്തരും തീരുമാനിച്ചിരിക്കുന്നത്. അതിനോട് അനുബന്ധിച്ച് 501 അംഗ ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയുണ്ടായി. ഈ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും നാട്ടുകാരുടെയും മുഴുവൻ സഹായവും സഹകരണവും ഉണ്ട്. നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂളിന് പ്രയോജനം ചെയ്യുന്ന ഒരു വിപുലമായ ഒരു ആഘോഷ പരിപാടിയായിട്ടാണ് ഈ ഒരു 75ാം വാർഷികം ഏറ്റെടുത്തിരിക്കുന്നത്. അതിലേക്കായി നമ്മുടെ നല്ലവരായ എല്ലാ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം. ഈ പരിപാടിക്ക് സ്കൂളിന്റെ വക എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 75ാമത് വാർഷികമാണ് നമ്മൾ കൊണ്ടാടാൻ പോകുന്നത്. ഈ നാടിന്റെ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടി നമ്മുടെ ഈ സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി മാസം 14-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഉദ്ഘാടന പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികളിലുമെല്ലാം എല്ലാവരും ഒരേ മനസ്സോടുകൂടി പങ്കെടുക്കണമെന്ന് ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പേരിലും ഈ സ്കൂളിന്റെ പേരിലും ഈ സംഘാടക സമിതിയുടെ പേരിലും എവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്തെങ്കിലും അത്യാവശ്യം വല്ല ചോദിക്കാം? ആരിത്? അങ്ങനെയുള്ള വിഭാഗീയത ശരി, അപ്പൊ നമുക്ക് അത് അവസാനിപ്പിക്കാം.